പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. വചനം നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് നന്മയെ വിതയ്ക്കുന്നത് നമുക്ക് കാണാൻ ദൈവം ഇടയാക്കും. അഭിഷേകം മന്ന എന്ന വചന സന്ദേശം ഇന്ന് ആമോസിന്റെ പുസ്തകത്തിൽ 5-ാം അധ്യായം 14-ാമത്തെ വചനത്തിൽ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ, അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് നിങ്ങളോട് കൂടെയിരിക്കും. ഇവിടെ നന്മ തന്നെ അന്വേഷിപ്പാൻ വേണ്ടിയാ ദൈവം പറയുന്നത്. ദൈവമായ യഹോവ നിങ്ങളോട് കൂടെ ഇരിക്കേണ്ടതിനാണ് തിന്മയല്ല നന്മ അന്വേഷിക്കണം. ഈ ലോക ജീവിതത്തിൽ നാം ധാരാളം തിന്മകൾ അനുഭവിക്കുമ്പോൾ നിരാശപ്പെടുന്നു, പിറുപിറുക്കുന്നു, അസ്വസ്ഥമാകുന്നു. നമുക്കറിയാം, ബൈബിളിൽ ധനവാനും ലാസറിനെ കുറിച്ച് ബൈബിളിൽ പറയുന്നു. ലാസർ ഈ ലോകത്തിന്റെ തിന്മയാണ് അനുഭവിച്ചത്. ധനവാനോ ഈ ലോകത്തിന്റെ നന്മ അനുഭവിച്ചു. ലാസർ ശരീരം മുഴുവൻ വ്രണം വന്നു. അവനെ സഹായിക്കാൻ ആരുമില്ലായിരുന്നു. ധനവാനോ അവനെ സഹായിക്കാൻ ആളുണ്ടായിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പക്കഷ്ണങ്ങളായിരുന്നു ലാസർ വിശപ്പടക്കിയത്. എന്നാൽ തിന്മ ലോകത്തിൽ അവൻ അനുഭവിച്ചെങ്കിൽ നന്മയായിരുന്നു അവൻ അന്വേഷിച്ചത്. ഈ ലോകത്തിൽ അവന് സുഖങ്ങളൊന്നുമില്ലായിരുന്നു. അവന് ദാരിദ്ര്യവും രോഗവും പ്രശ്നവുമായിരുന്നുള്ളത്. എന്നാൽ അവൻ നന്മയെ അവൻ കണ്ടു. വിശ്വാസത്തിന്റെ നാഥനും പൂർത്തി വരുത്തിയവനുമായ യേശുവിനെയാണ് അവൻ അനുഭവിച്ചത്. പ്രിയമുള്ളവരെ, ഇവർ രണ്ടുപേരെയും നമ്മൾ കണ്ടെങ്കിൽ ലാസറിനെ ആശ്വസിപ്പിക്കുവാനും അവന്റെ മുറിവിനെ തണുപ്പിക്കുവാനും നായ്ക്കൾ വന്ന് നക്കാൻ ഇടവന്നെങ്കിൽ ധനവാനെ ആശ്വസിപ്പിക്കുവാൻ അനേകരുണ്ടായിരുന്നു. സുഖലോലുപതയിലായിരുന്നു അവൻ ജീവിച്ചത്. രണ്ടുപേരും മരിച്ചു. ഇവിടെ നമുക്ക് ഏറ്റവും വലിയൊരു പ്രത്യേകത കാണാൻ കഴിയും. ലാസർ മരിച്ചപ്പോൾ അവനെ ദൂതന്മാർ വന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. ധനവാൻ മരിക്കുമ്പോൾ അവൻ യാതനാ സ്ഥലത്തേക്ക് തള്ളപ്പെട്ടു പോകുന്നു. ഇവിടെ നന്മ അന്വേഷിക്കുന്ന മനുഷ്യന് നിത്യതയിലേക്ക് കടന്നു പോകാൻ കഴിയും. ലോകത്തിൽ തിന്മയാണ് അവൻ അനുഭവിക്കുന്നതെങ്കിൽ അവൻ അന്വേഷിക്കുന്നത് നന്മയാണ്. ഈ ലോകത്തിൽ സുഖം അന്വേഷിക്കുന്നവന് തിന്മയാണ് അനുഭവിക്കുന്നത്. ലോകം അഖിലം നേടിയാലും നിന്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോയാൽ എന്ത് പ്രയോജനം? ധനവാൻ അവസാനം യാതനാ സ്ഥലത്ത് കിടന്ന് നിലവിളിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. അബ്രാഹാം പിതാവിന്റെ മടിയിലിരിക്കുന്ന ലാസറിനെ കണ്ടിട്ട് എന്റെ സഹോദരങ്ങൾ എന്നെ പോലെ ഈ യാതനാ സ്ഥലത്ത് നരകത്തിൽ പാപത്തിന്റെ കുഴിയിൽ വരും. അതുകൊണ്ട് ലാസറിനെ അങ്ങോട്ടൊന്ന് അയക്കാമോ എന്ന് ചോദിക്കുമ്പോൾ അബ്രാഹാം പറയുകയാണ്, മോശയും പ്രവാചക പുസ്തകങ്ങളും അവരവിടെ ഇല്ലേ? നമുക്ക് നൽകപ്പെട്ട തിരുവെഴുത്തില്ലേ? ഇത് നിങ്ങൾ വായിക്കുകയും ധ്യാനിക്കുകയും പ്രാർത്ഥിക്കുകയും ഇതിൽ നന്മ അന്വേഷിക്കണം, നിത്യത്തിലേക്കുള്ള വഴി അന്വേഷിക്കണം, ക്രിസ്തുവിലേക്കുള്ള പാത അന്വേഷിക്കണം. ലോകത്തിൽ വേറെ എവിടെയും കാണാത്തൊരു വഴി ബൈബിളിലൂടെ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താനുള്ള വഴി കാണിച്ചു തരും കർത്താവ്. കർത്താവ് പറയുന്ന വഴിയിലാണ് നമ്മൾ കടന്നു പോകേണ്ടത്. വിതയ്ക്കുന്നതോ കൊയ്യുള്ളൂ. നന്മ വിതച്ചാൽ നന്മ കൊയ്യും. പ്രിയമുള്ളവരെ, പാപം വിതച്ചാൽ പാപം കൊയ്യും. ഈ ലോക സുഖങ്ങളെ വിതച്ചാൽ അന്ധകാരത്തിന്റെ ബന്ധനങ്ങളാ ജീവിതത്തിൽ വരുള്ളൂ.
എന്നാൽ ആമോസിന്റെ പുസ്തകം പറയാം, നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പിൻ. അപ്പോൾ നിങ്ങൾ പറയും പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും. ദൈവം കൂടെയിരിക്കണമെങ്കിൽ നമ്മൾ നന്മ അന്വേഷിക്കണം. നമുക്ക് നന്മയായത് കർത്താവെ ഇന്ന് ജീവിതത്തിൽ നടത്തി തരണമെന്നൊന്ന് പ്രാർത്ഥിക്കാമോ? തിന്മയായത് എൻ്റെ ജീവിതത്തിലേക്ക് വരരുത്. തിന്മയായ ഒരു വാക്ക് വരരുത്, ചിന്ത വരരുത്, ആലോചന വരരുത്, പ്രവൃത്തി വരരുത്. നന്മയുള്ളത് മാത്രം വെളിപ്പെടുത്തി തരണം. മറ്റുള്ളവരെ കുറിച്ച് നന്മ വെളിപ്പെടുത്തണം. മറ്റുള്ളവർക്ക് നന്മ പകരുവാൻ ഇടയാക്കണം. കർത്താവേ, അതിനുള്ള വരവും കൃപയും എനിക്ക് തരണം. ഞാൻ മറ്റുള്ളവരുടെ നന്മ കാണുവാൻ, അവരുടെ വേദനയിലേക്ക് ഇറങ്ങിച്ചെല്ലുവാൻ, അവരെ ആശ്വസിപ്പിക്കുന്ന കരം വയ്ക്കണം. യേശു മഹത്വം എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ.